ചാമ്പ്യനിങ്ങായിട്ടുള്ള കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറുടെ ചാർജ് വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബീന മാത്യു ടീച്ചർ, ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ബിജു പുഷ്പൻ സാറ്, റിജി സക്കറിയ സാറ്, ഡോക്ടർ ഷാജില ബിബി ടീച്ചർ, ഹരികൃഷ്ണൻ സാറ്, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കൺട്രോളറായിട്ടുള്ള ഡോക്ടർ ശ്രീജിത്ത് സാറ്, ഈ ചടങ്ങിന് നന്ദി പറയുന്ന ഡോക്ടർ സ്റ്റെഫി തോമസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ പ്രിൻസിപ്പൽമാരും, നോഡൽ ഓഫീസേഴ്സ്, സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനപ്രകാരം കേരളത്തിൽ മുഴുവൻ എല്ലാ കോളേജുകളിലും 4 വർഷ ബിരുദ കോഴ്സുകൾ ഈ അക്കാദമിക വർഷം ആരംഭിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ഏതാണ്ട് 2 വർഷമായി തുടർന്നു വരുന്ന കഠിന പ്രയത്നത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മാറ്റം എന്നതിനേക്കാൾ ഉപരി പുതിയ രീതി തന്നെയാണ് നമ്മൾ ഇതിലൂടെ വിഭാവന ചെയ്യുന്നത്. NAAC A++ ഗ്രേഡ് ലഭിച്ചു നിൽക്കുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് സർക്കാരിന്റെ ഈ സംരംഭവുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ അഭിമാനമുണ്ട്. സർവകലാശാല ആദ്യം മുതൽ തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ ഈ പുതിയ മാറ്റത്തിന് ചുവടുപിടിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഏതാണ്ട് അതിന്റെ എല്ലാ തയ്യാറെടുപ്പും സർവകലാശാല ഏറ്റെടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ജൂൺ 30, ഏതാണ്ട് 1 വർഷം മുമ്പ്, ജൂൺ 30, 2023 ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ ഇതിന്റെ സുപ്രധാനമായ കാര്യങ്ങളെ കുറിച്ച് നമ്മളോടെല്ലാം സംസാരിച്ചത്. ഇന്ന് ഈ ദിവസം ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് ഇതിന്റെ അവസാന ഭാഗത്തെ മിനുക്കുപണികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽമാർക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന നോഡൽ ഓഫീസേഴ്സിനും ഒക്കെ ഉണ്ടാകാവുന്ന സംശയങ്ങൾ അത് ദൂരീകരിക്കുന്നതിനും കൃത്യമായ നിർദ്ദേശം നൽകുന്നതിനും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് നേരിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത്ര വലിയൊരു മാറ്റം ഇത്ര നല്ല രീതിയിൽ ഈ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറിന്റെ നേതൃത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഇതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഓരോ സർവകലാശാലയുടെയും പ്രശ്നങ്ങൾ, നമുക്ക് തരേണ്ട നിർദ്ദേശങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്ത് ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കും. സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബീന മാത്യു ടീച്ചർ MG സർവകലാശാലയ്ക്ക് NAAC A++ കിട്ടുന്നതിലും വിവിധ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയോടെ നടത്തിക്കൊണ്ട് പോകുന്നതിലും, അത് FIUGP ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്ന് സർവകലാശാലയുടെ അക്കാദമിക സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇൻചാർജ് പ്രൊഫസർ ഡോക്ടർ ബീന മാത്യു ടീച്ചറിനെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. സർവകലാശാലയിൽ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം നടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ആയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ബിജു പുഷ്പൻ സാറാണ്. സാറിന്റെ ശക്തമായ നേതൃത്വം കൃത്യമായ രീതിയിൽ ഈ പ്രോഗ്രാം സർവകലാശാലയിൽ കൊണ്ടുവരുന്നതിന് നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. സാറിനെ ഏറെ ബഹുമാന പരിസരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും.
സർവകലാശാലയിൽ ഏതൊരു പദ്ധതി നടപ്പാക്കുമ്പോഴും അതിനൊക്കെ നേതൃത്വം നൽകുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് ആണ്. ബഹുമാനപ്പെട്ട ആ സിൻഡിക്കേറ്റിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പർ അഡ്വക്കേറ്റ് റെജി സക്കറിയ സാർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. സാറിന്റെ അസാന്നിധ്യത്തിലും സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷാജില ബി ടീച്ചർ സിൻഡിക്കേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മെമ്പറാണ്. ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി ചേർന്ന് സംസ്ഥാനത്തുടനീളം MG സർവകലാശാല മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ബിജു ഉഷ്പൻ സാറും ഷാജില ബി ടീച്ചറും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ടീച്ചറിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഏറെ ബഹുമാനത്തോടുകൂടി ഷാജില ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ പുതിയ പദ്ധതി എന്ന് പല ആവർത്തി പറയുന്നു. ഇത് പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ജോലി ചെയ്യേണ്ടി വരിക, വളരെ ശ്രദ്ധയോടെ ഇതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടി വരിക സർവകലാശാലയുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസിനാണ്. സാർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഏറെ ബഹുമാനത്തോടു കൂടി MG സർവകലാശാലയുടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻസ് ആയിരിക്കുന്ന ശ്രീജിത്ത് സാറിനെ സ്വാഗതം ചെയ്യും. MG സർവകലാശാലയ്ക്ക് ഈ ചടങ്ങ് നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു തന്നത് ഈ BCM കോളേജാണ്. BCM കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ സ്റ്റെഫി തോമസ് നമ്മുടെ ഒപ്പമുണ്ട്. സാറ് ഈ BCM കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിൻസിപ്പൽമാരുടെ ഒരു പ്രതിനിധിയായിട്ടൊക്കെ നമ്മുടെ ഈ ചടങ്ങിന് നന്ദി പറയാൻ എത്തിയിരിക്കുന്നു. സാറിനെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ. ഒരുപക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മൾ നേരത്തെ നടത്തിയിരുന്ന പ്രോഗ്രാം, ജൂൺ 30 നടത്തിയിരുന്ന പ്രോഗ്രാമിന് ഇവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അന്ന് നമുക്കറിയാം, നമുക്ക് ക്ലാസ് എടുത്ത് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾ, ഇതിന്റെ അകത്തേക്ക് കയറിയുള്ള നിരവധിയായിട്ടുള്ള അക്കാദമികപരമായ നിർദ്ദേശങ്ങൾ പരിചയപ്പെടുത്തി തന്നത് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് ഇംപ്ലിമെന്റേഷൻ സെല്ലിന്റെ റിസർച്ച് ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ ഷഫീഖ് വി ആണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരവോടുകൂടി, ഒരുപക്ഷെ ഇതിന് ഒരു വർഷം മുമ്പ് ഇവിടെ നടന്ന ചടങ്ങിന് ശേഷം നിരവധി തവണ സർവകലാശാലയിൽ എത്തുകയും ഞങ്ങൾക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത കാര്യം നന്ദിയോടെ ഓർക്കുന്നു. സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സുധീന്ദ്രൻ സാറും ഇതുപോലെ റിസർച്ച് ഓഫീസറാണ് ഇംപ്ലിമെന്റേഷൻ സെല്ലിന്റെ. സാറിന്റെ സാന്നിധ്യത്തിലൂടെ നിരവധി തവണ സർവകലാശാലയ്ക്ക് നല്ലൊരു ദിശാബോധം ഈ പ്രോഗ്രാമിലേക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടു കൂടി സുധീന്ദ്രൻ സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, കോളേജുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, കലാലയങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേതൃത്വം നൽകുന്ന പ്രിൻസിപ്പൽമാരും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നോഡൽ ഓഫീസേഴ്സുമാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ പ്രിൻസിപ്പൽമാരെയും നോഡൽ ഓഫീസേഴ്സിനെയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ചടങ്ങിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ എല്ലാവരെയും സർവകലാശാലയ്ക്ക് വേണ്ടി ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സർവകലാശാലയിൽ ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സർവകലാശാലയുടെ ഭരണവിഭാഗമാണ്. ആ ഭരണവിഭാഗത്തിന്റെ ജോയിന്റ് രജിസ്ട്രാർമാരും ഡെപ്യൂട്ടി രജിസ്ട്രാർമാരും അസിസ്റ്റന്റ് രജിസ്ട്രാർമാരും സെക്ഷൻ ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.